ഛത്തീസ്ഗഡിലെ ധംതാരിയിലെ മഗർധോന ഗ്രാമത്തിലെ സരസ്വതിക്ക് തന്റെ ജീവിതം എടുത്താൽ പൊങ്ങാത്ത ഒരു ഭാരം പോലെ തോന്നിയിരുന്നു. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ ശ്രമപ്പെട്ട് കഴിയുന്നതിനിടയിൽ അവളുടെ ഭർത്താവ് ക്ഷയരോഗം ബാധിച്ച് മരിച്ചു. വനം പ്രദേശങ്ങളിൽ നിന്നും തടി വെട്ടി അവൾ ഉപജീവനം തേടുന്നു. മകൻ വിദ്യാഭ്യാസം നേടി ഒരു വലിയ ആളാകണം എന്ന ആഗ്രഹത്തിൽ അവൾ ഭാരമേറിയ കുട്ടകൾ ചുമന്നു. പക്ഷേ ഒഴിഞ്ഞ കണ്ണുകളിൽ മറ്റൊരു സ്വപ്നം കൂടി ഉണ്ടായിരുന്നു. എന്നെങ്കിലും സ്വന്തമായി ഒരു അടച്ചുറപ്പുള്ള വീട് ഉണ്ടാകണം. ഒരു ദിവസം അതുവരെ അടഞ്ഞുകിടന്ന വിധിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. സരസ്വതിക്ക് അവളുടെ സ്വപ്നങ്ങളിലെ സ്വന്തം വീട് ലഭിച്ചു. അവളുടെ ജീവിതത്തിൽ പുതിയ മധുരം നിറച്ച് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന വഴിയാണ് ഇതെല്ലാം സംഭവിച്ചത്. $1,35,000 मिला घर बनाने के लिए और 60,000 मैंने अपना भी लगाया. पक्का घर बना है और अपन नौकरी वगैरह कमाई तो इसका जिंदगी सुधरेगा. ഏറ്റവും പാവപ്പെട്ടവനും സാധാരണക്കാരനും വരണ്ടതും ഉണങ്ങിയതും കഴിച്ച് ജീവിച്ചാലും അവൻ തീർച്ചയായും ഒരു സ്വപ്നം കാണുന്നു. തലയ്ക്കുമീതെ ഒരു നല്ല മേൽക്കൂര വേണം, ഒരു അടച്ചുറപ്പുള്ള വീട് വേണം എന്ന സ്വപ്നം. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത് അറിയാമായിരുന്നു. ഈ വേദന അദ്ദേഹം മനസ്സിലാക്കും, അവയും അനുഭവപ്പെടും. सामान्य व्यक्ति के मन की एक इच्छा होती है, कहीं भी रहता हो, यार अपना एक घर हो तो अच्छा हो. हर किसी की इच्छा रहती है, लेकिन उस गरीब की इच्छा पूरी नहीं होती. और कोई गरीब मरने के बाद अपने बच्चों को विरासत में गरीबी देना नहीं चाहता है. गरीब से गरीब मां बाप भी अपने बच्चों को गरीबी विरासत में देकर के जाना नहीं चाहता है. वो भी उसको कुछ देकर के जाना चाहता है. सरकार ने सपना देखा है. പ്രധാനമന്ത്രിയുടെ ഈ വികാരമാണ് 2015 ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്ക് സ്വന്തം വീടുകൾ നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജനയും നഗരങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായി പ്രധാനമന്ത്രി അർബൻ ആവാസ് യോജനയും ആരംഭിച്ചത്. ഇന്ന് ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി രാജ്യത്തുടനീളമുള്ള 2 കോടിയിലധികം കുടുംബങ്ങളുടെ സ്വപ്നം സഫലമായി. जब तूफान आता था तो मेरा घर का सामान यहाँ से वहाँ गिर जाता था. मैं कहाँ से भेगा करूँ ये मुझे नहीं पता चलता था. फिर अब तो आया, तब पक्का मकान बन गया. अब बहुत अच्छा लग रहा है. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഗംഗ്രൽ ഗ്രാമത്തിലെ ഗോപാലും ബലാർ ഗ്രാമത്തിലെ കിന്നാർ പഞ്ചബിയും അവരിൽ ഉൾപ്പെടുന്നു. ഭവന പദ്ധതിയുടെ ഗുണഭോക്താ പട്ടികയിൽ പഞ്ചബിയുടെ പേര് വന്നതായി പഞ്ചായത്തിൽ നിന്ന് അവർക്ക് വിവരം ലഭിച്ചു. തുടർന്ന് സർക്കാർ സഹായത്തിന്റെ പണം ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ട് വന്നു. ഗ്രാമം മുഴുവൻ ഒരുമിച്ച് പഞ്ചബിയുടെ വീട് പണിതുയർത്തി. पुराना घटना घटता बड़ दुख भोगी हैं. कहाँ कहाँ गली गली पूरा पानी में तकलीफ पाए कि हम जीवन ल बिताएं साहब. तब कथन का कैसे ऐसे भटकन कैसे हो गए भगवान के सोचथन चे. अभी तक सोचथन का कर वहाँ जाना वहाँ आना वहाँ जाना, कहाँ दुख कहाँ सुख तो लगे छे साहब. हम भी इंसान हैं तो इंसान देख प्यार से देखिए, प्यार से बात कैसे जरा जाते. അഗർബത്തി ഉണ്ടാക്കിക്കൊണ്ടാണ് ഗോപാൽ ജീവിക്കുന്നത്. അവന്റെ മൺകുടിലിൽ ആവാസ് മിത്ര അന്വേഷണങ്ങൾ എത്താൻ തുടങ്ങി. തുടർന്ന് ഗോപാലിനുള്ള ഒരു അടച്ചുറപ്പുള്ള വീടിനായി സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചു. കൃത്യം 50 വർഷങ്ങൾക്ക് മുമ്പ് 1971 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ആദ്യമായി ഗരീബി ഹഠാവോ ദേശ് ബചാവോ, അതായത് ദാരിദ്ര്യം തുടച്ചു നീക്കി രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം മുഴങ്ങിയിരുന്നു. അതായത് ദാരിദ്ര്യം തുടച്ചു നീക്കി
രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം മുഴങ്ങിയിരുന്നു. രാജ്യം രക്ഷപ്പെട്ടു, പക്ഷേ ദാരിദ്ര്യം നീങ്ങിയില്ല. അത് വഷളായിക്കൊണ്ടിരുന്നു. കാരണം മുദ്രാവാക്യങ്ങൾ കൊണ്ട് പട്ടിണി മാറില്ല. പാരിതോഷികങ്ങൾ വിതരണം ചെയ്താൽ ദാരിദ്ര്യം മാറില്ല. ആ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണം ഒന്നുകൊണ്ട് മാത്രമേ പട്ടിണി മാറ്റാൻ സാധിക്കൂ. गरीबी से मुक्ति का मार्ग सौगातें बांट करके नहीं हो सकता है, उनको सामर्थ्यवान बनाने से हो सकता है। काम कितना ही कठिन क्यों न हो, लेकिन देश का भला गरीबी की मुक्ति में ही है. ദരിദ്രർക്കായുള്ള പ്രത്യേക പദ്ധതികൾ ഇതിനു മുൻപും ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്കായി സർക്കാർ പണം മുടക്കിയിട്ടുമുണ്ട്. പക്ഷേ ഈ പണം പാവപ്പെട്ടവരുടെ വീട്ടിലെത്തിയില്ല. പണം ഇടനിലക്കാർക്കും ദല്ലാൾമാർക്കുമിടയിൽ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഡൽഹിയിൽ നിന്നും 1 രൂപ ചെലവിടുമ്പോൾ കേവലം 15 പൈസ മാത്രമാണ് അർഹതപ്പെട്ടവന്റെ കൈകളിൽ എത്തുന്നതെന്ന് സമ്മതിച്ചത് നമ്മുടെ ഒരു പൂർവ്വ പ്രധാനമന്ത്രിയാണ്. ദരിദ്രരെ ശാക്തീകരിക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള ഓരോ ചില്ലിക്കാശും ഗ്രാമത്തിലെത്തണം. പാവപ്പെട്ടവരുടെ വീട്ടിലെത്തണമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു. പക്ഷെ എങ്ങനെ? സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും രാജ്യത്ത് ജനസംഖ്യയുടെ 1/3 കൂടുതൽ പേർക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് പോലുമില്ല. 2 നേരം പോലും ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവർ എങ്ങനെ മിച്ചം പിടിക്കും? എങ്ങനെ ബാങ്കിലേക്ക് പോകും? ദാരിദ്ര്യ നിർമ്മാർജ്ജനം വർഷങ്ങളായി ഒരു മുദ്രാവാക്യമായിരുന്ന ഒരു രാജ്യത്ത് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു, അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദരിദ്രർ ഓരോ ഘട്ടത്തിലും പരാജയപ്പെട്ടു. കഠിനാധ്വാനത്തെ അവർ ഭയപ്പെടുന്നില്ല. രാവും പകലും അവർ വിയർക്കുന്നു. എല്ലാത്തിനുമുപരി ദാരിദ്ര്യത്തിൽ ജനിക്കാനും അതിൽ തന്നെ ജീവിക്കാനും ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു പാരിതോഷികവും അവർ ചോദിച്ചില്ല. അവർ ധൈര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. അവരുടെ കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഓരോ തുള്ളിക്കും പൂർണ്ണമായ വില. हम तो गरीब के घर पैदा हुए हैं, हमने गरीबी देखी है, हम गरीबी में पले हैं भाई. പുകയിൽ നിന്നും അമ്മമാരെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഒരു സ്വപ്നമുണ്ടായിരുന്നു, തനിക്ക് സ്വന്തമായി ഒരു വീട് പണിയണമെന്ന്, കൂടാതെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കണമെന്ന്. സോൻഭദ്രയിലെ ഉമേഷ് കുമാറിനെ പരിചയപ്പെടുക. കൂലിവേല ചെയ്താണ് അദ്ദേഹം തന്റെ കുടുംബം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾക്ക് കുറച്ച് പണം മിച്ചം പിടിക്കാൻ കഴിയുന്നു. കാരണം ഇന്ന് അദ്ദേഹത്തിന് ജൻധൻ അക്കൗണ്ട് ഉണ്ട്. पहले हम लोग खुलवाने के लिए परेशान थे, खुल भी नहीं रहा था, पैसा दे रहे थे फिर भी नहीं खुल रहा था। लेकिन अब खुल गया है तो हम लोग को ये सुविधा है कि सरकारी सुविधा भी मिल जा रहा है और क्या बोलते हैं पैसा भी हम लोग रख रहे हैं, उसमें जमा कर सकते हैं और उसका ब्याज भी मिल रहा है हम लोगों को. ദരിദ്രരെ ബാങ്കുകളുമായി ബന്ധിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ആഗസ്റ്റ് 28 സീറോ ബാലൻസ് അക്കൗണ്ടുള്ള ജൻധൻ യോജന ആരംഭിച്ചു. ബാങ്കുകളുടെ കവാടങ്ങൾ പോലും കണ്ടിട്ടില്ലാത്തവർ ഒരു ദിവസം കൊണ്ട് 1.5 കോടി ആളുകൾ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു. ഇതുവരെ 40 കോടിയിലധികം പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്രകാരം ജൻധൻ യോജനയിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ പകുതിയിലേറെയും സ്ത്രീകളുടേതാണ്. ഈ ജൻധൻ അക്കൗണ്ടുകൾ സ്ത്രീകളെ എങ്ങനെ ശാക്തീകരിക്കുന്നുവെന്ന് അറിയാൻ നേഹ ജയ്സ്വാള് പറയുന്നത് കേൾക്കുക. ഉത്തർപ്രദേശിലെ നേഹ ജൻധൻ അക്കൗണ്ട് തുറന്നപ്പോൾ അവളുടെ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ ലഭിച്ചു. സർക്കാർ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി സ്വന്തമായി ബിസിനസ് ആരംഭിച്ചു. जनधन खाता खुलवाने के बाद हमें काफ़ी सहयोग मिला है, जिससे दुकान खोलने में काफ़ी सहयोग मिला. तो दुकान की वजह से हम अपना रोजगार बढ़ा रहे हैं. സർക്കാർ പദ്ധതികളിൽ ഇടനിലക്കാർ നടത്തിയിരുന്ന കവർച്ചയ്ക്ക്
ജൻധൻ അക്കൗണ്ടുകൾ അറുതി വരുത്തി. ഇന്ന് 320 സർക്കാർ പദ്ധതികളുടെ പണം നേരിട്ട് ഈ അക്കൗണ്ടുകളിലൂടെ പാവപ്പെട്ടവരിലേക്ക് എത്തുന്നു. ഇതുവരെ 17 ലക്ഷം കോടിയിലധികം രൂപ നേരിട്ടുള്ള ആനുകൂല്യ വിതരണത്തിലൂടെ ഗുണഭോക്താക്കളിൽ എത്തിയിട്ടുണ്ട്. ദരിദ്രർക്ക് നൽകിയ സദ്ഭരണത്തിന്റെ ഒരു ഉദാഹരണമാണിത്. പക്ഷേ ഈ പ്രക്രിയയിൽ സമ്പന്നരിൽ നിന്ന് ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. സർക്കാർ ഖജനാവിനും പാവപ്പെട്ടവർക്കുമിടയിലെ ഇടനിലക്കാരെ നീക്കം ചെയ്തു. എന്നാൽ ജൻധൻ യോജന ആരംഭിച്ചപ്പോൾ പാവപ്പെട്ടവർക്കായി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ തുറന്നുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ചിലരെങ്കിലും പരിഹസിച്ചു. എന്നാൽ രാജ്യത്തെ ദരിദ്രർ അവരുടെ ശക്തി കാണിക്കുകയും എല്ലാ വിമർശകരുടെയും വായടപ്പിക്കുകയും ചെയ്തു. കാരണം ഇന്ന് ഈ അക്കൗണ്ടുകളിൽ 1 ലക്ഷം കോടി രൂപയിലധികം തുക നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് കോടിക്കണക്കിന് പാവങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടിൽ പണവും നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വപ്ന ഭവനം ജീവിതത്തിൽ നിറങ്ങൾ നിറച്ചിരിക്കുന്നു. ഒപ്പം അമ്മയുടെ ജീവിതത്തിൽ ഇന്ന് ഉജ്ജ്വലയുടെ വെളിച്ചമുണ്ട്. സമ്പന്നരിൽ നിന്ന് ഒന്നും പിടിച്ചുപറിച്ചില്ല. എന്നാൽ പാവപ്പെട്ടവർക്ക് അവരുടെ അവകാശം ഉറപ്പുവരുത്തി. प्रधानमंत्री आवास योजना की एक बहुत बड़ी विशेषता है उसका इंद्रधनुषी स्वरूप। जैसे इंद्रधनुष में अलग अलग रंग होते हैं, वैसे ही प्रधानमंत्री आवास योजना के तहत बनने वाले घरों के भी अपने ही रंग है। अब गरीब को सिर्फ घर ही नहीं मिल रहा है, बल्कि घर के साथ साथ शौचालय भी मिल रहा है, उज्ज्वला का गैस कनेक्शन भी मिल रहा है, सौभाग्य योजना का बिजली कनेक्शन, उजाला का एलईडी बल्ब, पानी का कनेक्शन, सब कुछ घर के साथ ही मिल रहा है। ഏതാനും വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യം ചിന്തിക്കൂ. രാജ്യത്തെ സമ്പന്നർ പോലും ആഴ്ചകൾക്ക് മുൻപ് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് നീണ്ട ക്യൂവിൽ നിൽക്കണമായിരുന്നു. ഒരു പാവപ്പെട്ട ഭവനത്തിൽ അമ്മ അടുപ്പിൽ വിറക് കത്തിച്ച് പുകയുടെ നടുവിൽ ഭക്ഷണം പാകം ചെയ്യണമായിരുന്നു. ഒരു ദരിദ്രരായ അമ്മയുടെ മകന് ഈ വേദന നേരിട്ട് തന്നെ അനുഭവപ്പെട്ടു. जब हम छोटे थे तो हमारा गुजारा करने के लिए वे अड़ोस पड़ोस के घरों में बर्तन साफ करना, पानी भरना, मजदूरी कर रहा। आप कल्पना कर सकते हैं कि एक मां ने अपने बच्चों को बड़ा करने के लिए कितना कष्ट उठाया। 2016 മെയ് 1 രാജ്യത്തെ കോടിക്കണക്കിന് പാവപ്പെട്ട അമ്മമാർക്ക് ഒരു ചരിത്ര ദിനമായി മാറി. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ആരംഭിക്കുമ്പോൾ പുകയടുപ്പുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായി പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ നൽകി. ദരിദ്രർക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിന് രാജ്യത്തെ സമ്പന്നരായ ആളുകളോട് ഗ്യാസ് സിലിണ്ടറുകളുടെ സബ്സിഡി സ്വമേധയാ ഉപേക്ഷിക്കാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കണ്ടപ്പോൾ 1 കോടി ആളുകൾ അവരുടെ ഗ്യാസ് സബ്സിഡി ഉപേക്ഷിച്ചു. അതായത് ഓരോ വർഷവും ഖജനാവിൽ ഏകദേശം 4000 കോടി രൂപ ലാഭിക്കുന്നു. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഈ മഹാമനസ്കതയുടെ പ്രയോജനം ലഭിച്ചു. ഇന്ന് ഉജ്ജ്വല പദ്ധതിയിൽ നിന്ന് 8 കോടി സ്ത്രീകൾക്ക് ഒരു പൈസ പോലും നൽകാതെ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ചു.
पहले तो लकड़ियों की भी दिक्कत होती थी और ईंधन की, मतलब दूर दूर से लाते थे। और अब तो फिर भी ये है कि सिलेंडर है, सिलेंडर पे बना के कभी भी दे दो अपने बच्चों को खाना। ना कहीं बरसात में जाने की ज़रूरत, ना कहीं आने की ज़रूरत। यह अपने घर में कैसे भी बनाओ, कैसे भी नहीं। पहले हमें बहुत परेशानी होती थी जब हम चूल्हे पे खाना बनाते थे, धुएँ, छोटे छोटे बच्चे, तो इसलिए अब हम दोपहर में खाना आराम से बनाते हैं और आराम से खाते हैं, और बच्चे भी। കഴിഞ്ഞ 7 വർഷങ്ങളിൽ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കാൻ അവർക്ക് ഉദ്യോഗസ്ഥരുടെ പിന്നാലെ അലയേണ്ടതില്ല. പദ്ധതികൾ നേരിട്ട് തന്നെ ജനങ്ങളിലെത്തുന്നു. കഴിഞ്ഞ 7 വർഷമായി രാജ്യത്തുടനീളം സംഭവിക്കുന്ന ഈ മാറ്റങ്ങളുടെ തുടക്കം ഗുജറാത്തിൽ നിന്നാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സംസ്ഥാനത്ത് ഗരീബ് കല്യാൺ മേള ആരംഭിച്ചു. ഈ മേളയിൽ എല്ലാ സർക്കാർ ജീവനക്കാരും പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പദ്ധതികളുമായി അവരെ നേരിട്ട് ബന്ധപ്പെടേണ്ടിയിരുന്നു. പാവപ്പെട്ട ഒരാളെ പോലും ഒഴിവാക്കിയില്ല. അതിനാൽ ഉദ്യോഗസ്ഥർക്ക് ദരിദ്രരിലേക്ക് പദ്ധതി എത്തിക്കാൻ ടാർഗറ്റ് നൽകി. വർഷങ്ങൾക്ക് മുമ്പ് ഗരീബ് കല്യാൺ മേളയിൽ ഗുജറാത്ത് സർക്കാരിന്റെ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ച പാവപ്പെട്ടവരുടെ ജീവിതം മാറി. ഗുജറാത്തിലെ കൊല്ലപ്പണിക്കാരനായ മഹേഷ് ഭായിയുടെയും ശില്പ ബെന്നിന്റെയും കഥ കാണുക. മഹേഷ് ഭായിക്ക് ഗരീബ് കല്യാൺ മേളയിൽ ഒരു വെൽഡിംഗ് കിറ്റ് ലഭിച്ചു. അത് അദ്ദേഹത്തിന്റെ വരുമാനം ഇരട്ടിയാക്കി. ഈ തയ്യൽ മെഷീൻ ഉപയോഗിച്ച് ശില്പ ബെൻ സ്വയം പര്യാപ്തയായി മാറി. जो वेल्डिंग पेटी ये सब इसलिए धंधे के लिए, और मैं अच्छे से जीता हूँ और मेरा परिवार खुशहाली में है और मैं खुशी से जीता हूँ। मैं तो कहता हूँ कि मोदी साहब को साफ धन्यवाद। गरीब कल्याण मेले में मैंने ये फॉर्म भरा और मुझे मशीन दिलवाई, मुझे मशीन मिला और मैं अच्छा काम कर रही हूँ। और इस काम करने से मैं महीने में 5,000 आवक कमा लेती हूँ। मेरे परिवार में खूब सारी खुशियाँ आई है. അത്തരം മാറ്റങ്ങളുടെ കഥകൾക്കൊപ്പം രാജ്യം മാറുകയാണ്. പാവപ്പെട്ടവരുടെ ജീവിതം മാറുകയാണ്. പട്നയിലെ സംഗീത ഏതാനും വർഷം മുമ്പ് വരെ പണിക്ക് പോയിരുന്നു. ശമ്പളം വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ് സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കാത്തത്? പക്ഷേ എങ്ങനെ സാധിക്കും? മൂലധനമില്ല, സഹായിക്കാൻ ആരുമില്ല. പിന്നെ ഒരു ദിവസം പത്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ധൈര്യം സംഭരിച്ച് മുദ്രാ പദ്ധതിക്ക് കീഴിൽ വായ്പയ്ക്ക് അപേക്ഷിച്ചു. ആധാർ കാർഡും പാൻ കാർഡും മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് വായ്പ ലഭിച്ചപ്പോൾ സംഗീതയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. लोग हैं जो मिस्त्री का काम करते हैं, एक लोग है जो पंचर बनाते हैं, 3 मजदूर मेरे पास है जिसका सैलरी भी अच्छा खासा है। एक को 11,000 रुपये महीना मिलता है, एक को 9,000 रुपये महीना मिलता है, एक को 7,000 मिलता है। और हमको इस बात की खुशी है कि मेरे वजह से 3 लोग जो है कुछ कमा रहे हैं और कमा के आगे बढ़ रहे हैं. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും പുതിയ സംരംഭങ്ങൾക്കായി ഈടില്ലാതെ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നു. മുദ്ര പദ്ധതിയിൽ ഇതുവരെ 30 കോടിയിലധികം വായ്പകൾ നൽകിയിട്ടുണ്ട്. ഈ വായ്പയുടെ കീഴിൽ ലഭിച്ച ആകെ തുക 16 ലക്ഷം കോടി രൂപയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടം വന്നത് കൊറോണയുടെ രൂപത്തിലായിരുന്നു. ലോകം നിശ്ചലമായി. ജീവൻ രക്ഷിക്കാൻ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തേണ്ടി വന്നു. അന്നന്നത്തെ ഭക്ഷണത്തിനായി സമ്പാദിക്കുന്നവരുടെ മുന്നിൽ ഒരു പ്രതിസന്ധി വന്നു.
എങ്ങനെ സമ്പാദിക്കും, എന്ത് കഴിക്കും? പക്ഷേ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും രാജ്യത്തെ ഒരു ദരിദ്രരും പട്ടിണി കിടക്കില്ലെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഭക്ഷ്യ പദ്ധതി പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന നിലവിൽ വന്നു. ഈ പദ്ധതി പ്രകാരം 80 കോടിയിലധികം ആളുകൾക്ക് കഴിഞ്ഞ 19 മാസമായി എല്ലാ മാസവും സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്നു. आज मिला है, सब खाने में कोई दिक्कत नहीं है, या पहले से अभी बहुत खुशहाल है। खुशी से लेते हैं, आते हैं, खाते हैं, रहते हैं, बोलता है बहुत अच्छा है, मोदी सरकार हमको राशन देता है, ऐसे हम परिवार भरण पोषण कर लेते हैं. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഭക്ഷ്യ പദ്ധതി നടത്തുന്നതിന് പിന്നിൽ സദ്ഭരണത്തിന്റെ മന്ത്രമാണ് മുഴങ്ങുന്നത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതി രാജ്യത്ത് മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും ആവശ്യമുള്ളവർക്കെല്ലാം ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതം ലഭിച്ചിരുന്നില്ല. 2014 ശേഷം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കോടിക്കണക്കിന് വ്യാജ റേഷൻ കാർഡുകൾ റദ്ദാക്കുകയും ഓരോരുത്തർക്കും അവകാശമുള്ള ഭക്ഷ്യധാന്യങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. എല്ലാ മേഖലയിലും ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സയ്ക്കായി ആയുഷ്മാൻ പദ്ധതി ആരംഭിച്ചു. രോഗികൾക്ക് മരുന്നുകൾ വിലക്കുറവിൽ ലഭ്യമാക്കാൻ പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന. ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉത്തരാഖണ്ഡിലെ ദീപ സാഹ പറയുന്നത് കേൾക്കുക. घर चलाना बड़ा मुश्किल हो गया था. आपके द्वारा जन औषधि दवाइयाँ मिली, मैंने खाना सुन लिया और मेरी दवाइयाँ जो है 5,000 की आती थी और अब मेरी दवाएं 1,500 की आती हैं, तो 3,000 मुझे मिलता है. और मैं मोदी जी, मैंने ईश्वर को तो नहीं देखा, लेकिन मैंने आपको ईश्वर के रूप में देखा है. आपको बहुत बहुत धन्यवाद. ഉദ്ദേശ്യങ്ങൾ വ്യക്തവും ലക്ഷ്യങ്ങൾ ശക്തവുമെങ്കിൽ അധികാരികൾ സേവനത്തിന്റെയും സദ്ഭരണത്തിന്റെയും മന്ത്രം ഉൾക്കൊള്ളുകയും ചെയ്യുമെങ്കിൽ എല്ലാ മാറ്റങ്ങളും ഇവിടെ സാധ്യമാണ്.